السلام عليكم ورحمة الله وبركاته. الحمد لله الذي كفى والصلاة والسلام على نبي المصطفى وعلى آله وأهل صدقه والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يقدر المقادير في ليلة البراءة فإذا كان ليلة القدر يسلمها إلى أربابها. صدق الله. قال النبي صلى الله عليه وسلم: لا ينظر الله فيها إلى مشرك ولا إلى مشاهد ولا إلى قاطع الرحم ولا إلى مسبل ولا إلى عقل الوالدين ولا إلى مدبل الخمر. صدق رسول الله صلى الله عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ഷഅബാൻ മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പവിത്രമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുവരുമാറാവട്ടെ. നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും നമ്മൾ കബൂൾ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല ദൂരീകരിച്ച് വരുമാറാവട്ടെ. നമ്മുടെ ദുനിയയും ഉഖറവിയുമായ എല്ലാവിധ സദുദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്തിൻ്റെ രാവാണ്, ബറാഅത്തിൻ്റെ ദിനമാണ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. നമ്മൾക്ക് ഏറെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും വളരെ സൂക്ഷ്മതയോടുകൂടിയും നാം വിനിയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാവാണ് ബറാഅത്തിൻ്റെ രാവ്. അതുപോലെ തന്നെ അതിൻ്റെ പകലുള്ള നോമ്പും. നമുക്കറിയാം, പൂർവികരായ മഹത്തുക്കളായ ആളുകൾ അതിൻ്റെ പവിത്രതയും മഹത്വവും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരാളുടെ പേരുകൾ വർദ്ധിക്കുന്നത് അത് അയാളുടെ മഹത്വത്തിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്തിന്. ആ ബറാഅത്തിന് ഷഅബാൻ പകുതിയുടെ രാത്രിക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ലൈലത്തുൽ ബറാഅ എന്ന് പറയുന്ന ഒരു പേര്. അതുപോലെ തന്നെ ലൈലത്തുൽ മുബാറക്ക, ലൈലത്തുൽ ഖിസ്മത്തി വത്തഖ്ദീർ, ലൈലത്തുൽ തക്ഫീർ, ലൈലത്തുൽ ഇജാബ, ലൈലത്തുൽ ഹയാത്ത്, ലൈലത്തുൽ ഈദുൽ മലായിക, ലൈലത്തുൽ ഷഫാഅ, ലൈലത്തുൽ ജായിസ, ലൈലത്തുൽ ഗുഫ്റാൻ എന്നിങ്ങനെ ഒരുപാട് പേരുകൾ കിതാബിൽ മഹത്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്തിൻ്റെ ഷഅബാൻ പകുതിയുടെ രാത്രിക്ക് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഷഅബാൻ ഈ ബറാഅത്ത് രാവിൻ്റെ മഹത്വത്തെ, ഈ ബറാഅത്തിൻ്റെ മഹത്വത്തെ ഈ പേരുകളിൽ നിന്ന് നമുക്കെന്താവും മനസ്സിലാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം: ഇന്നല്ലാഹു യുഖദ്ദിറുൽ മഖാദിറ ഫീ ലൈലത്തിൽ ബറാഅ ഫഇദാ കാന ലൈലത്തുൽ ഖദരി യുസല്ലിമുഹാ ഇലാ അർബാബിഹാ. തീർച്ചയായിക്കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ഈ ബറാഅത്തിൻ്റെ രാത്രി, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല വിശദീകരിക്കുകയാണ്. തീർച്ചയായിക്കൊണ്ടും ബറാഅത്തിൻ്റെ രാത്രിയിലാണ് അല്ലാഹു തആല അവൻ്റെ വിധികളൊക്കെ വിധിക്കുകയും അങ്ങനെ അത് എന്തു ചെയ്യും? ഫൈദാക്കാൻ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറിലാണ് അത് നടപ്പിൽ വരുത്തുന്ന യുസല്ലിമുഹാ ഇലാ അർബാബിഹ, അത് നടപ്പിൽ വരുത്തുന്ന മലായികത്യങ്ങൾക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കൽ ലൈലത്തുൽ ഖദറിനെന്നാണെങ്കിലും വിധികളൊക്കെ വിധിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഈ ബറാഅത്തിൻ്റെ രാവിലാണ് എന്ന് മഹത്തുക്കൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിക്കൊണ്ട് നാം ആ രാത്രി വിനിയോഗിച്ചുകൊണ്ട് ഖൈറിന് വേണ്ടിക്കൊണ്ട്, നന്മയ്ക്ക് വേണ്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാനായ അത്വാ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയാണ്: ഖിബ്ലി മൻ ഫി ഹാദിഹി സഹീഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഷഅബാൻ പകുതിയുടെ രാത്രിയായി കഴിഞ്ഞാൽ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയും: ഇഖ്ബിൽ മൻ ഫി ഹാദിഹി സഹീഫ, ഈ ഏടിലുള്ള ആളുകളുടെ റൂഹുകളൊക്കെ നിങ്ങൾ പിടിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ബറാഅത്ത് രാവിൽ നമ്മളെ മരണം തീരുമാനിക്കപ്പെടുന്നു. അതിനാണ് നമുക്കറിയാം, നമ്മൾക്ക് 3 യാസീൻ വളരെ കൃത്യമായി കൊണ്ട് ഓതാറുണ്ട്. അത് പതിയെ പോലെ തന്നെ നമ്മൾ എന്താവണം, ഓതേണ്ടതുണ്ട്. നമുക്കറിയാം, ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ബറാഅ രണ്ട് രാത്രിയാണ്. പക്ഷേ ലൈലത്തുൽ ഖദർ അല്ലാഹു തആല നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ രഹസ്യവും ലൈലത്തുൽ ബറാഅത്ത് രാവിനെ നമ്മളിലേക്ക് വ്യക്തമാക്കി തന്നതിൻ്റെ രഹസ്യം വളരെ കൃത്യമായി കൊണ്ട് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ലൈലത്തുൽ ബറാഅത്തിനെ അല്ലാഹു തആല വ്യക്തമാക്കിയതും ലൈലത്തുൽ ഖദറിനെ മറച്ചു വെക്കാനുള്ള കാരണം, അതിന് കാരണമായിക്കൊണ്ട് പറഞ്ഞത് ലൈലത്തുൽ ഖദർ അത് പാപമോചനത്തിൻ്റെയും അതുപോലെ തന്നെ നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒക്കെ ഒരു രാത്രിയാണ്. അപ്പോൾ അത് വ്യക്തമാക്കി തന്നാൽ ആളുകൾ അതും ആ ദിവസം മാത്രം അതിനു വേണ്ടിക്കൊണ്ട് വിനിയോഗിക്കും. അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്തത്, അല്ലാഹു തആല മറച്ചു വെച്ചത്. എന്നാൽ ലൈലത്തുൽ ബറാഅ അത് അല്ലാഹുവിൻ്റെ വിധി, കോപം, അതുപോലെ തന്നെ കാരുണ്യം, സ്വീകാര്യത, തൃപ്തി, അവഗണന പോലത്തെ എല്ലാ വിജയപരാജയങ്ങളുടെയും രാത്രിയാണ് ലൈലത്തുൽ ബറാഅ.
കാരണം അത് മറച്ചു വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും അതിൽ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്താതെ പരാജിതൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ടാണ് ബറാഅത്തിൻ്റെ രാത്രി അള്ളാഹു തആല വ്യക്തമാക്കി തന്നത്. കൃത്യമായി കൊണ്ട് നാം ഇതെന്താവേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് നന്മകൾ നിറഞ്ഞ രാത്രിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്തിൻ്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. പക്ഷേ ഈ ബറാഅത്തിൻ്റെ രാവിൽ അള്ളാഹു തആല ഒരുപാട് നന്മകൾ നമ്മളിലേക്ക് നൽകുമെങ്കിലും ചില ആളുകൾക്ക് ഈ ബറാഅത്ത് രാവിൻ്റെ ഒരു മഹത്വം പോലും ലഭിക്കൂല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. മഹദി ബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു സംഭവം എന്താണ്? എൻ്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയാണ്, ഇന്നത്തെ ഈ ശഅബാൻ പകുതിയുടെ രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണം കണ്ടുകൊണ്ട് അടിമകളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. എന്നാൽ ഈ രാത്രിയിൽ അള്ളാഹു തആല ചില ആളുകളിലേക്ക് നോക്കൂല. ലാ യൻദുറുല്ലാഹു ഫിഹാ ഇലാ മുശ്രിക്കിൻ, ശിർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് അള്ളാഹു നോക്കൂല. വലാ ഇലാ മുശാഹിനിൻ, ഖൽബിൽ ശത്രുത വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളിലേക്ക് അള്ളാഹു തആല നോക്കൂല. വലാ ഇലാ ഖാത്തിഇ റഹിം, കുടുംബ ബന്ധം മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളിലേക്ക് അള്ളാഹു തആല നോക്കൂല. വലാ ഇലാ മുസ്ബിലിൻ, അഹങ്കാരത്തോടു കൂടിയ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചഴിച്ച് നടക്കുന്ന ആളുകളിലേക്ക് അല്ലാഹു തആല നോക്കൂല. വലാ ഇലാ ആഖുല്ലിൽ വാലിദൈനി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാക്കുന്ന ആളുകളിലേക്ക് അല്ലാഹു തആല നോക്കൂല. വലാ ഇലാ മുദ്മിൽ ഖംരി, ലഹരിയുമായിക്കൊണ്ട് മദ്യവുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അത് ഉപയോഗിക്കുന്ന ആളുകളിലേക്കൊന്നും അല്ലാഹു തആല നോക്കൂല എന്ന് പറഞ്ഞു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ബറാഅത്തിൻ്റെ രാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാത്ത ചില വിഭാഗം ആളുകളെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഭാഗത്തിലൊന്നും പെട്ടുപോവാതെ കൃത്യമായിക്കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായിക്കൊണ്ട് നാം മോചനം നേടണം. അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കൃത്യമായിക്കൊണ്ട് 3 യാസീൻ നമുക്കറിയാം, നമ്മളൊക്കെ മുടങ്ങാതെ ഓതുന്നവരാണ്. പല ആളുകളും അസറിന് ശേഷം ഓതാറുണ്ട്, പല ആളുകൾ മഗ്രിബിന് ശേഷം ഒക്കെ ഓതാറുണ്ട്. എന്നാൽ കൃത്യമായിക്കൊണ്ട് നാം ഓതേണ്ടത് 1-ാമത്തെ യാസീൻ നമുക്ക് ഇബാദത്തിനുള്ള തൗഫീഖോട് കൂടിയുള്ള ദീർഘായുസ്സിനും അതുപോലെ തന്നെ ആയുസ്സുള്ള ബർക്കത്തിനും വേണ്ടി കൊണ്ടാവണം. ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് വേണം. അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ദീർഘായുസ്സിനും അതുപോലെ തന്നെ ആയുസ്സിലെ ബർക്കത്തിനും വേണ്ടി കൊണ്ടാണ് 1-ാമത്തെ യാസീൻ. 2-ാമത്തെ യാസീൻ നമ്മുടെ ഭക്ഷണത്തിലുള്ള ബർക്കത്തിനും അതുപോലെ തന്നെ പരീക്ഷണങ്ങളൊക്കെ നീങ്ങാനുള്ള നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് 2-ാമത്തെ യാസീൻ ഓതണം. 3-ാമത്തെ യാസീൻ നമുക്കൊരു നല്ല മരണത്തിനും അതുപോലെ തന്നെ വിജയികൾ ഉൾപ്പെടുവാൻ വേണ്ടിക്കൊണ്ടും ജനങ്ങളോട് ചോദിക്കുന്നതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിക്കൊണ്ടാണ്, നല്ല മരണത്തിന് വേണ്ടിക്കൊണ്ട് 3-ാമത്തെ യാസീൻ ഓതണം. അല്ലാഹു തആല കൃത്യമായിക്കൊണ്ട് വരുന്ന ബറാഅത്ത് രാവിനെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പകലിൽ നോമ്പ് നോൽക്കണം. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് രാവ് കൊണ്ട് വിജയിച്ചവർ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.